ഹരി ഓം. വേദതീർത്ഥം ചാനലിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഗുരുവായൂരപ്പ ഭക്തൻ, എളിയ ഭക്തൻ എന്ന നിലയ്ക്ക് എന്നെ നിക്ഷിപ്തമായ ചില ദൗത്യങ്ങളിലെ ഭഗവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ഈ നിമിഷം മുതൽ ഞാൻ. ഭാരതീയമായ ഈശ്വര്യ സങ്കല്പത്തെക്കുറിച്ചും സനാതനധർമ്മത്തിൻ്റെ അന്തർലീനമായിരിക്കുന്ന വൈവിധ്യങ്ങളെക്കുറിച്ചും ചെറിയ ചില കാഴ്ചപ്പാടുകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഈ ഉള്ളവൻ ആഗ്രഹിക്കുകയാണ്. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 108 ഉപനിഷത്തുകളും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമായ നമ്മുടെ ഭാരതീയ സംസ്കാരം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഹൈന്ദവ സമാജത്തിൻ്റെ ഇന്നത്തെ ജീവിതക്രമം, അതായത് 100-ൽ 90% ഹൈന്ദവ ജനതയും ശരിയായ ദിശാബോധമില്ലാതെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ആമഗ്നരായി തൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ദുരിതങ്ങളിലും ദുരവസ്ഥകളിലും ഈശ്വരനെ പഴിച്ചുകൊണ്ട്, സംസ്കാരത്തെ പഴിച്ചുകൊണ്ട്, ആചാരങ്ങളെ പഴിച്ചുകൊണ്ട്, ക്ഷേത്രങ്ങളെ പഴിച്ചുകൊണ്ട് ജീവിതം തട്ടി നീക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഉള്ളവനെ കഴിയുന്ന ചില കണ്ടെത്തലുകൾ സമാജത്തിനോട് തുറന്നു പറയുവാൻ നിർബന്ധനായിരിക്കുന്നു ഭഗവത് പ്രേരണയാൽ. അതിൻ്റെ ഒരു മുന്നോടിയായി നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സന്ദേശമായ ഭഗവത്ഗീത ഒരു വ്യാഖ്യാനത്തിലൂടെ, ആവിഷ്കാരത്തിലൂടെ സജ്ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു ചെറിയ എളിയ ശ്രമം. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വമനുസന്തതാമി ഭഗവത്ഗീതേ ഭവദേശിണീം. സാക്ഷാൽ ശ്രീനാരായണ ഭഗവാൻ അർജുൻ ഉപദേശിച്ചതും പുരാണമുനിയായ വ്യാസഭഗവാൻ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെ മധ്യത്തിൽ ഭീഷ്മപർവത്തിൽ ശ്ലോകരൂപേണ നിബന്ധിച്ചതും അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നതും ജ്ഞാനാദികളായ 6 ഗുണങ്ങളടങ്ങിയിട്ടുള്ളതും 18 അധ്യായങ്ങളുള്ളതുമായ അമ്മേ ഭഗവത്ഗീതയെ, സംസാരദോഷങ്ങളെ ദൂരീകരിക്കുന്ന നെന്തിരുവടിയെ ഞാൻ നിത്യവും മനസ്സിൽ ധരിച്ചുകൊള്ളുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ. 1-ാം അധ്യായത്തിലെ അർജുന വിഷാദ യോഗത്തിലേക്ക് കടക്കുകയായി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാ പാണ്ഡവാചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയൻ പറഞ്ഞു, യുദ്ധം ചെയ്യാൻ ഇച്ഛയുള്ളവരായ എൻ്റെ പുത്രരും പാണ്ഡുപുത്രരും ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ ഒന്നിച്ചു ചേർന്നിട്ട് എന്തു ചെയ്തു? എതിർകക്ഷിയിലുള്ള ഭീഷ്മദ്രോണാദികളെ കാണുന്ന യുധിഷ്ഠിരാദികൾക്ക് ഭയത്തിന് കാരണമുണ്ട്. അദുഷ്ടഭയത്തിനും കാരണമുണ്ട്. അതെന്തെന്നാൽ കുരുക്ഷേത്രം ധർമ്മത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതാണ്, പുണ്യസ്ഥലമാണ്. മുമ്പ് തന്നെ അവർക്കുള്ള ധർമ്മശ്രദ്ധയുടെ അഭിവൃദ്ധി നിമിത്തം 2 കക്ഷികളുടെയും ഹിംസയ്ക്ക് കാരണമായ യുദ്ധത്തിൽ നിന്നും മടങ്ങിപ്പോവാൻ എൻ്റെ മക്കൾക്ക് യുദ്ധം കൂടാതെ തന്നെ രാജ്യം ലഭിക്കും എന്ന് മനസ്സാ സന്തോഷിച്ചു. അഥവാ ധർമ്മക്ഷേത്ര മാഹാത്മ്യത്താൽ പാപന്മാരാണെങ്കിലും എൻ്റെ മക്കൾക്ക് പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട അർദ്ധരാജ്യം കൊടുക്കാനുള്ള വിചാരത്താൽ അവർ അബദ്ധത്തിലായി എന്ന വിചാരത്തിലും തൻ്റെ മക്കൾക്ക് രാജ്യലാഭവും പാണ്ഡവന്മാർക്ക് രാജ്യം കിട്ടാതിരിക്കാനുള്ള മാർഗവും
തെറ്റിപ്പോകും എന്ന വിചാരത്താലും ഉണ്ടായ സംഭ്രാന്തിയാണ് പ്രശ്നത്തിന് കാരണം. സർവം കൃഷ്ണാർപ്പണമസ്തു. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് നാളെ കേട്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും എല്ലാവിധ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.